നിയമസഭാ തെരഞ്ഞെടുപ്പിനായി KPCC സമർപ്പിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ 40 സീറ്റുകൾക്ക് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം. 10 സീറ്റുകളിലെ പട്ടിക തുടർ ചർച്ചകൾക്കായി മാറ്റിവെച്ചു. ഇതിനിടെ പാലക്കാട് സീറ്റിൽ ജില്ലാ നേതൃത്വം നിർദ്ദേശിച്ച പേരുകൾ വെട്ടി രമേശ് പിഷാരടിയെ മത്സരിപ്പിക്കാനുള്ള ഷാഫി പറമ്പിൽ എംപിയുടെ നീക്കത്തിന് നേതൃത്വം വഴങ്ങിയെന്നാണ് സൂചന. ഇതിനു പുറമെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ കോഴിക്കോട് ജില്ലയിൽ ഒരിടത്ത് പോലും പരിഗണിക്കാൻ KPCC നേതൃത്വം തയ്യാറായിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം വരുന്നതിന് മുൻപേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് നേതൃത്വം. 50 സീറ്റുകളിലെ സ്ഥാനാർത്ഥി പട്ടികയാണ് KPCC നേതൃത്വം സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് സമർപ്പിച്ചത്. ഇതിൽ 40 സീറ്റുകളിലെ പേരുകൾക്ക് അംഗീകാരം ലഭിച്ചു. പാലക്കാട്, തൃപ്പൂണിത്തുറ മണ്ഡലങ്ങളിലൊഴികെ കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA-മാർ തുടരും. ലൈംഗിക പീഡന കേസിൽ ഉൾപ്പെട്ട് പാർട്ടി പുറത്താക്കിയതിനെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒഴിവാക്കിയത്. ആരോഗ്യ കാരണങ്ങളാൽ മത്സരിക്കാനില്ലെന്ന തൃപ്പൂണിത്തുറ MLA K ബാബുവും വ്യക്തമാക്കിയിരുന്നു. കോഴിക്കോട് നോർത്ത്, ഉദുമ, കണ്ണൂർ, തിരുവനന്തപുരം അടക്കം 10 മണ്ഡലങ്ങളിലെ പട്ടിക തുടർ ചർച്ചയ്ക്കായി മാറ്റിവെച്ചു. ഇതിൽ തിരുവനന്തപുരം മണ്ഡലം CMPക്ക് നൽകുന്നതിൽ ചർച്ചകൾ നടക്കുകയാണ്. പാലക്കാട് മണ്ഡലത്തിൽ കണ്ണൻ ഗോപിനാഥൻ, K മുരളീധരൻ എന്നിവരുടെ പേരുകളാണ് ജില്ലാ നേതൃത്വം നൽകിയിരുന്നത്. എന്നാൽ നടനും സംവിധായകനുമായ രമേശ് പിഷാരടിയെ മത്സരിപ്പിക്കണമെന്നാണ് ഷാഫി പറമ്പിൽ എംപിയുടെ നിലപാട്. ഷാഫിയുടെ ആവശ്യത്തോട് കേന്ദ്ര നേതൃത്വം വഴങ്ങാനാണ് സാധ്യത. കോഴിക്കോട് കോൺഗ്രസ് മത്സരിക്കുന്ന 5 സീറ്റുകളിൽ ഒരിടത്ത് പോലും മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പേരില്ല. മുല്ലപ്പള്ളിയെ കണ്ണൂരിൽ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. കൊയിലാണ്ടിയിൽ DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ, നാദാപുരത്ത് KM അഭിജിത്ത്, എലത്തൂരിൽ വിദ്യാബാലകൃഷ്ണൻ, കോഴിക്കോട് നോർത്ത് KPCC ജനറൽ സെക്രട്ടറി K ജയന്ത് എന്നീ പേരുകളാണ് പട്ടികയിൽ. ബാലുശ്ശേരി മണ്ഡലത്തിൽ KSU ജില്ലാ പ്രസിഡന്റ് KT സൂരജിന്റെയും മുൻ MP രമ്യ ഹരിദാസിന്റെയും പേരുകളാണ് പട്ടികയിലുള്ളത്. 40 സീറ്റുകളിൽ സ്ഥാനാർത്ഥി നിർണയമായതോടെ മറ്റ് 10 മണ്ഡലങ്ങളിൽ കൂടി ഉടൻ തീരുമാനമെടുക്കും. ആദ്യഘട്ടത്തിൽ 50 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിലാണ് നേതൃത്വം. ന്യൂസ് മലയാളം, കോഴിക്കോട്.